ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കറിൻ്റെ 17-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, കാണാറുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇതുവരെ 357ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ശനിയാഴ്ച നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. കേരള കളക്ഷനിൽ വലിയ ഒരു വർധനവാണ്. ഏകദേശം ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 60% മുകളിലുള്ള ഒരു വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്നലെ 29.5 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷനായിട്ട് വന്നത്. അതായത് ഏകദേശം 35 തൊട്ട് 45 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ ഇന്ന് അതിൻ്റെ പകുതിയും കൂടെ വർധനവ്, അല്ലെങ്കിൽ 60% വർധനവെന്നാണ് നമുക്ക് പറയാനുള്ളത്. 26,000-ന് മുകളിലുള്ള ആളുകളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. 34% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ നേടിയിരിക്കുന്നത് 44 ലക്ഷം രൂപയാണ്. അതായത് ഇന്നും 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ. അതായത് ഏറെക്കുറെ 70 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ഇന്നത്തെ കളക്ഷൻ. നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയും മികച്ച ഒരു കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ബുക്കിംഗ് നമ്മൾ രാവിലെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ കയറിയ സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി 110 കോടി ആ റേഞ്ചിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ദുൽഖർ സൽമാൻ 100 കോടിയുടെ പോസ്റ്റർ ഇട്ടിരുന്നത്. അങ്ങനെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ലോങ് റൺ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ഒരു 40 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. വെറും 75 ഷോകളിൽ തുടങ്ങിയ ഈ ഒരു സിനിമ ഇന്ന് അവിടെ കളക്ഷൻ തരംഗമായി മാറുകയാണ്. അതായത് കേരളത്തിൽ നിന്ന് മാത്രമായി ഇപ്പോൾ 19.25 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഏറെക്കുറെ ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് 20 കോടിക്ക് അടുത്ത് തന്നെ സിനിമ എത്തും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ കളക്ഷൻ തുടങ്ങിയ, അല്ലെങ്കിൽ 10 കോടിയൊക്കെ ആയപ്പോൾ തമിഴ്നാട്ടിൽ വെറും 2.5-3 കോടി മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 10 കോടിയും കടന്ന് മുന്നോട്ട് പോകുകയായിരുന്നു. എന്തായാലും ഈ വരുന്ന ആഴ്ചകളിലൂടെ സിനിമ 20-25 കോടിയിലേക്ക് എത്തും. ഇതിൻ്റെ ലോങ് റൺ, അല്ലെങ്കിൽ ഫൈനൽ റണ്ണിൽ ഒരു 35-40 കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദി വെർഷൻ സിനിമ ഇറങ്ങാനിരിക്കുകയാണ്. തീർച്ചയായും വലിയ സക്സസ് ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ എന്നാണ് റിലീസ് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും കേരളത്തിൽ തകൃതിയായിട്ട് തന്നെ സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.